ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ അപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മൾ മലയാളവും ഇംഗ്ലീഷും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സയൻസിൽ നിന്നുമാണ്. Activity 1. Mammals are the animals which give birth to young ones and feed them. Which among them following not feature of mammals? കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവയാണ് സസ്തനികൾ. ഇവയുടെ സവിശേഷതകൾ പെടാത്തത് ഏതാണ്? അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ദേ ലേ എഗ്സ്, മുട്ടയിടുന്നവയാണ്. ദേ ഹാവ് പിന്ന ഓൺ ദെയർ ഇയേഴ്സ്, ചെവിക്കുടയുണ്ട്. ദെയർ ബോഡീസ് കവേർഡ് വിത്ത് ഹെയർ ഓർ ഫർ, ശരീരം രോമാവൃതമാണ്. ഫീഡ് മിൽക്ക് ടു ദെയർ യങ് വൺസ്, കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാണ്? ദേ ലേ എഗ്സ്, മുട്ടയിടുന്നവയാണ്. ക്വസ്റ്റ്യൻ ബി നോക്കിയാൽ യു മൈറ്റ് ഹാവ് ഹിയർഡ് അബൌട്ട് ദ ആംഫിബിയൻസ്. വാട്ട് ആർ ദെയർ ഫീച്ചേഴ്സ്? വൺ ഫീച്ചർ ഈസ് ഗിവൻ ബിലോ, ലിവ് ലാൻഡ് ആൻഡ് വാട്ടർ. അപ്പോൾ ഉഭയജീവികളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലേ. അതിൻ്റെ ഒരു പ്രത്യേകത താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു. അതിൻ്റെ അല്ലാത്ത 2 പ്രത്യേകതകൾ എന്തൊക്കെയാണുള്ളത്? ഒന്ന്, അവ ശ്വാസകോശം ഉപയോഗിച്ചും ത്വക്കുപയോഗിച്ചും ശ്വസിക്കുന്നു. രണ്ടാമത്തത്, ഇവ വെള്ളത്തിൽ മുട്ടയിടുന്നവയാണ്. Tadpole is formed by the hatching of eggs of the frogs. Name of this phenomena. Write the name of the organism which show this phenomena other than frog. തവളയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന വാൽമാക്രിയാണ്. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത്? ഈ പ്രതിഭാസം കാണിക്കുന്ന മറ്റൊരു ജീവിയുടെ പേര് എഴുതുക. അപ്പം നെയിം ഓഫ് ദിസ് ഫിനോമിന ഈസ് മെറ്റാമോർഫോസിസ്, അതായത് രൂപാന്തരം. ഇത് കാണിക്കുന്ന മറ്റൊരു ഓർഗാനിസം ഏതാണ്? ബട്ടർഫ്ലൈ. അപ്പം നമുക്ക് ആക്ടിവിറ്റി 2 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പ്രൈമറി റീസൺ ഫോർ ദ ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് എക്സ്റ്റൻഷൻ ഓഫ് റെപ്റ്റൈൽസ്, ചൂസിങ് ഇറ്റ് ഫ്രം ദ ബിലോ. പല ഗുരകങ്ങളും എണ്ണം കുറയുകയും വംശനാശം സംഭവിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രാഥമിക കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഡിസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റം, ആവാസവ്യവസ്ഥയുടെ നാശം, ലോ ബ്രീഡിംഗ്, പ്രജനനക്കുറവ്, നോൺ അവൈലബിലിറ്റി ഓഫ് ദ ഫുഡ്, ഭക്ഷണം ലഭിക്കാത്തത്, ഈറ്റൻ ബൈ അതർ ആനിമൽ, മറ്റു ജീവികൾ തിന്നു തീർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ, ഡിസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റം, ആവാസവ്യവസ്ഥയുടെ നാശം. അപ്പോൾ ക്വസ്റ്റ്യൻ ബി നോക്കിയേ, സെക്ഷൻ 2വിൻ്റെ ക്ലാസിഫൈ ദ ഫോളോയിങ് ഓർഗാനിസം. റാബിറ്റ്, സ്നേക്ക്, ഹൗസ് ലിസാർഡ് ആൻഡ് കൗ. താഴെ കൊടുത്തിരിക്കുന്ന ജീവികളെ ഒന്ന് കൂട്ടങ്ങളാക്കണം. സസ്തനികളും നെക്സ്റ്റ് വരുന്ന അപ്പോൾ ഏതാണ്? ഉരകങ്ങളല്ലേ. അപ്പോൾ ഒന്ന് സസ്തനിയും മറ്റേത് ഉരകങ്ങളും. മാമൽസ് ആൻഡ് റെപ്റ്റൈൽസ്. മാമൽസ് ആൻഡ് റെപ്റ്റൈൽസ്. മാമൽസ് റാബിറ്റ് ആൻഡ് കൗ, റെപ്റ്റൈൽസ് സ്നേക്ക് ആൻഡ് ഹൗസ് ലിസാർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഷുഡ് യു ബി ടേക്ക് കെയർ ഓഫ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എ സ്നേക്ക് ബൈറ്റ് ബിഫോർ ടേക്കിംഗ് ടു ദ ഹോസ്പിറ്റൽ. അപ്പോൾ പാമ്പുകടി ഏറ്റാൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? കീപ് ദ പേഴ്സൺ കാം, രോഗിയെ ശാന്തനാക്കുക. ഡു നോട്ട് അലോ മൂവ്മെൻറ്റ് ഓഫ് ദ ബിറ്റേൺ പാർട്ട്, കടിയേറ്റ ഭാഗം അനക്കരുത്. ടൈ എ ഫേം ബാൻഡേജ് എബോവ് ദ ബൈറ്റ്, കടിയേറ്റ ഭാഗത്തിന് മുകളിലായി മിതമായി കെട്ടുക. ടേക്ക് ദ പേഴ്സൺ ഇമ്മീഡിയറ്റ്ലി ടു ദ ഹോസ്പിറ്റൽ, ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയേ, വാട്ട് ഷുഡ് ബി ടേക്ക് കെയർ ഓഫ് ദ ഹെൽത്ത് ഓഫ് ടങ്. നാവിൻ്റെ ആരോഗ്യത്തിന് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ എന്തൊക്കെയാണ്? കെയർ ഓഫ് ടങ്, ബ്രഷ് ദ ടങ് ഡെയിലി, ദിവസവും നാവ് നന്നായി വൃത്തിയാക്കുക. റിൻസ് മൗത്ത് ആഫ്റ്റർ ഫുഡ്, ഭക്ഷണത്തിന് ശേഷം വായി നന്നായി കഴുകുക. അവോയ്ഡ് വെരി ഹോട്ട് ആൻഡ് സ്പൈസി ഫുഡ്, വളരെ ചൂടും അതുപോലെ തന്നെ എരിവുമുള്ള ഭക്ഷണം ഒഴിവാക്കുക. ക്വസ്റ്റ്യൻ ബി, വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് സെൻസ് ഓർഗൻ. ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏതാണ്? ഉത്തരം സ്കിൻ, ത്വക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ പോസ്റ്റർ ഇൻ കണക്ഷൻ വിത്ത് ഐ ഡൊണേഷൻ. നേത്രദാനവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ തയ്യാറാക്കുക. കണ്ണുദാനം മഹാദാനം. ഒരു വ്യക്തിയുടെ കണ്ണുകൾ 2 പേർക്ക് ദർശനം നൽകും. ഇന്നു തന്നെ കണ്ണുദാനത്തിന് പ്രതിജ്ഞ ചെയ്യുക, ജീവിതങ്ങൾക്ക് വെളിച്ചമാകും. ഡൊണേറ്റ് ഐസ്, ഗിവ് സൈറ്റ്. 1 donor can give vision to 2 people. Pledge today, save life. Eye donation is a noble act. Next activity 4, classify the following based on their parts used planting. അപ്പം നടീൽ വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാനാണ്. ലേഡി ഫിംഗർ, ടപ്പിയോക്ക, ഹിബിസ്കസ്, പാടി, അമരാന്തസ്, റോസ്. തണ്ട് നനച്ചുണ്ടാവുന്നവ: മരച്ചീനി, ചെമ്പരത്തി, റോസ്. ദോസ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റിംഗ് സ്റ്റെം, ടപ്പിയോക്ക, റോസ്, ഹിബിസ്കസ്. വിത്ത് നട്ടുണ്ടാവുക: നെല്ല്, വെണ്ട, ചീര. ആൻഡ് ദോസ് പ്രൊഡ്യൂസ്ഡ് ബൈ സീഡ്സ്, ലേഡി ഫിംഗർ, അമരാന്തസ് ആൻഡ് പ്രാഡി. If the seeds sprout at the bottom of the plant, sapling cannot grow properly. What are the different seed disposal methods? വിത്തുകൾ ഒരു സസ്യത്തിന്റെ ചുവട്ടിൽ തന്നെ വീണു മുളച്ചാൽ തൈച്ചെടിക്ക് ശരിയായി വളരാൻ കഴിയില്ല. വ്യത്യസ്തമായ വിത്ത് വിതരണ രീതികൾ എന്തെല്ലാമാണ്? അപ്പോൾ ഡിഫറൻറ്റ് സീഡ് ഡിസ്പേഴ്സൽ മെത്തേഡ് ഏതൊക്കെയാണ്? ത്രൂ വിൻഡ്, വാട്ടർ ആൻഡ് ആനിമൽസ്. കാറ്റിലൂടെ, വെള്ളത്തിലൂടെ, മൃഗങ്ങളിലൂടെ. അപ്പൂപ്പൻ താടിയുടെ വിത്ത് വിതരണത്തിന് സഹായിക്കുന്ന അനുകൂലനം ഏതാണ്? വിച്ച് അഡാപ്റ്റേഷൻ ഓഫ് ദ പേപ്പർ ഹെൽപ്പ് us to seed dispersal? More weight, float in water, hairy parts, attractive color.
അപ്പോൾ ഇതിൻ്റെ ആൻസർ ഹെയറി പാർട്സ്, രോമം പോലുള്ള ഭാഗങ്ങൾ. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയാൽ ആക്ടിവിറ്റി 5. വിച്ച് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ഹെൽപ്പ് ഇറ്റ് പാസ് ത്രൂ ദ പൈപ്പ്? ജലത്തിൻ്റെ ഏത് സവിശേഷത മൂലമാണ് ജലം പൈപ്പിലൂടെ കടന്നു പോകുന്നത്? ആൻസർ ഫ്ലൂയിഡിറ്റി, എബിലിറ്റി ടു ഫ്ലോ, ഒഴുകുന്ന സ്വഭാവമാണ്. There are various type of water conservation methods. Write any 3 of them. പല രീതിയിലുള്ള ജലസംരക്ഷണ മാർഗങ്ങളുണ്ട്, ഏതെങ്കിലും 3 എഴുതുക. അപ്പോൾ ജലസംരക്ഷണ മാർഗ്ഗങ്ങൾ ഏതാ? മഴവെള്ളം സംഭരിക്കുക, ജലച്ചോർച്ചകൾ തടയുക, വെള്ളം പാഴാക്കാതിരിക്കുക, കുളങ്ങളും തടാകങ്ങളും സംരക്ഷിക്കുക. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, റിപ്പയറിംഗ് ലീക്കിംഗ് ടാപ്സ് ആൻഡ് പൈപ്പ്, അവോയ്ഡിംഗ് വേസ്റ്റേജ് ഓഫ് വാട്ടർ, റിയൂസിംഗ് വാട്ടർ ഓഫ് ഗാർഡനിങ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ജലത്തിൻ്റെ ഖരാവസ്ഥ ഏതാണ്? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് എ സോളിഡ് സ്റ്റേറ്റ് ഓഫ് വാട്ടർ? ഏത്? ഐസ്. Next activity. You might have done an experiment in your classroom to prove that air is necessary for burning. What are the other material needed other than matchbox? കത്താൻ വായു ആവശ്യമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു പരീക്ഷണം നിങ്ങൾ ക്ലാസ്സിൽ ചെയ്തതാണല്ലോ. ഈ പരീക്ഷണത്തിൽ തീപ്പെട്ടി കൂടാതെ മറ്റെന്തെല്ലാം സാമഗ്രികൾ ആവശ്യമാണ്? റൈറ്റ് നോട്ട് അബൌട്ട് ദ എക്സ്പെരിമെന്റ് ദാറ്റ് പ്രൂവൻ എയർ ഈസ് നീഡഡ് ഫോർ ബേണിംഗ്. വിച്ച് among the following is a non renewable energy source? പെട്രോൾ, വിൻഡ്, സോളാർ എനർജി ആൻഡ് കോൾ. മെറ്റീരിയൽ നീഡഡ് ഫോർ അതർ ദാൻ മാച്ച് ബോക്സ്, കാൻഡിൽ ആൻഡ് ഗ്ലാസ് ജാർ, മെഴുകുതിരിയും ഒരു ഗ്ലാസ് ജാറും. എക്സ്പെരിമെൻറ്റ് നോട്ട്: ലൈറ്റ് എ കാൻഡിൽ, കവർ ഇറ്റ് വിത്ത് എ ഗ്ലാസ് ജാർ, ആഫ്റ്റർ സം ടൈം ദാറ്റ് കാൻഡിൽ ഗോസ് ഔട്ട്, ഇറ്റ് പ്രൂവ്സ് ദാറ്റ് എയർ ഈസ് നെസസറി ഫോർ ബേണിംഗ്. ഒരു മെഴുകുതിരി കത്തിക്കുക, അതിനു മുകളിൽ ഗ്ലാസ് ജാർ വെച്ച് കുറച്ച് സമയത്തിന് ശേഷം മെഴുകുതിരി അണഞ്ഞു പോകുന്നു. അപ്പോൾ കാരണം എന്താണ്? ഇതിലൂടെ വായു കത്താൻ ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലായി. നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് ഏതൊക്കെയാണ്? പെട്രോൾ ആൻഡ് കോൾ, കൽക്കരിയും പെട്രോളും. മനുഷ്യനിർമ്മിത യന്ത്രങ്ങളോ കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്നിവ നൽകുന്ന 2 സേവനങ്ങൾ എന്തെല്ലാം? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആൻഡ് മാൻമെയ്ഡ് മെഷീൻസ്. റൈറ്റ് എനി 2 സർവീസസ് ദേ ഡു അസ്. വെദർ ഫോർകാസ്റ്റ്, കാലാവസ്ഥാ പ്രവചനം. ദൂരസമ്പർക്കം, ടെലിവിഷൻ സംപ്രേഷണം. കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ്, നാവിഗേഷൻ. നെക്സ്റ്റ് ആക്ടിവിറ്റി മാച്ച് ദ ഫോളോയിങ്. എയിൽ സണ്ണ്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, റോക്കറ്റ്, മൂണ്. ബിയിൽ സാറ്റലൈറ്റ് ഓഫ് എർത്ത്, സെൽഫ് ഗ്ലോയിങ്, വെദർ ഫോർകാസ്റ്റ്, ലോഞ്ച് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഇൻ ദ സ്കൈ. അനുയോജ്യവ എയിൽ നിന്ന് ബിയിലേക്ക് ചേർത്തെഴുതുക. അപ്പം നമുക്ക് ആൻസേഴ്സ് നോക്കാം. സൺ, സെൽഫ് ഗ്ലോയിങ്, സൂര്യൻ സ്വയം പ്രകാശിക്കുന്നു. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, വെദർ ഫോർകാസ്റ്റ്, കാലാവസ്ഥാ പ്രവചനം. റോക്കറ്റ്, ലോഞ്ച് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഇൻ ദ സ്കൈ, കൃത്രിമ ഉപഗ്രഹങ്ങളെ ആകാശത്തെത്തിക്കും. മൂൺ, സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്, ഭൂമിയുടെ ഉപഗ്രഹം. നെയിം ദ മെത്തേഡ് ദാറ്റ് ഹെൽപ്പ് us റീച്ച് ഡെസ്റ്റിനേഷൻ വെൻ ദ ട്രാവൽ ത്രൂ ആൻ അൺനോൺ വേ. അറിയാത്ത വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സഹായിക്കുന്ന മാർഗം ഏതാണ്? ഷാഡോ, TV, GPS, റേഡിയോ. ഏതാണ് ഉത്തരം? GPS. അപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം ചെയ്ത് കഴിഞ്ഞു. അപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ടൊന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.